ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്നും പണം തട്ടുന്ന ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. ക്ഷേത്രദർശനം, വഴിപാട് എന്നിവ നിർവഹിക്കാൻ ഏജൻസിയെയോ വാട്സ്ആപ്പ് കൂട്ടായ്മയെയോ ദേവസ്വം ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ചെയർമാൻ വിശദീകരിച്ചു. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും ആകുലതകളും സൃഷ്ടിക്കുന്ന രീതിയിൽ ഓൺലൈനിലൂടെയും വാട്സപ്പിലൂടെയുമൊക്കെ പല ആൾക്കാരും ഗുരുവായൂർ ദേവസ്വത്തിൽ തൊഴാനുള്ള സൗകര്യം ചെയ്തു തരാം, ഗുരുവായൂർ ദേവസ്വത്തിൽ മറ്റ് വഴിപാട് നടത്താനുള്ള സൗകര്യം ചെയ്തു തരാം എന്നൊക്കെയുള്ള രീതിയിൽ ഭക്തജനങ്ങളെ സമീപിക്കുന്നുണ്ട് എന്നും ഭക്തജനങ്ങളിൽ പലരും അവരുടെ ഈ പ്രലോഭനങ്ങളിലും ഈ വാക്കുകളും വിശ്വസിച്ച് ഗുരുവായൂരിലേക്ക് നൽകേണ്ട വഴിപാടുകളും തൊഴാൻ വേണ്ടി സൗകര്യമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് പൈസ അടയ്ക്കുന്നതുമൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഈയിടെ ചിലർ ഗുരുവായൂർ ഓൺലൈൻ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു പരാതിയായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവരം ഭക്തജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ഭക്തജനങ്ങൾക്ക് വഴിപാട് നടത്തുവാനോ ദർശനത്തിനോ ഒരു ഏജൻസിയെയും ഗുരുവായൂർ ദേവസ്വം ഇതുവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വിനയത്തോടുകൂടി ഭക്തജനങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ആരെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു തരാം, നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്തു തരാം, കളഭം ഞങ്ങൾ ഷീട്ടാക്കി തരാം, ഇങ്ങനെയൊക്കെ പലതരത്തിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഗുരുവായൂർ ദേവസ്വം അറിഞ്ഞുകൊണ്ട് ഉള്ളതല്ല. ഭക്തർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും തട്ടിപ്പുകാർക്കെതിരെ പരാതി നൽകാൻ മടിക്കരുതെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു.